മാധ്യമപ്രവർത്തകർ ഞങ്ങളും ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ മനസാക്ഷിയുള്ള ഒരാൾ പറയൂ ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിയതാണെന്ന്? എന്ത് വൃത്തികെട്ട രാഷ്ട്രീയമാണിത്? ഈ സമയത്ത് തന്നെ വേണോ? ഇതിന് എന്ത് മെച്ചമാണ് കിട്ടാൻ പോണത്? ഈ കെ.യു. ജനീഷ് കുമാർ വിമർശനം വീണ്ടും തുടരുകയാണ്. കേവലം താലൂക്ക് ഓഫീസിൽ യോഗം ചേർന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, ദുരന്ത സ്ഥലത്ത് എന്തുകൊണ്ട് പോയില്ല എന്നുള്ളതാണ് അദ്ദേഹം വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത്. മാത്രമല്ല, വി.ഡി. സതീശനെ പോലെ വാതുറന്നാൽ നുണ പറയുകയാണോ മന്ത്രി, താങ്കളുടെ യുവമന്ത്രിയാണ് എന്നൊക്കെയാണ് വിമർശനം. ഞാൻ ഇതിനൊക്കെ എന്താ പറയേണ്ടത്? ഞാൻ അവിടെ ഗസ്റ്റ് ഹൗസിൽ കിടന്ന് ഉറങ്ങിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ അവിടെ 1-ാം തീയതി ചെന്നതാണ്. ഞാൻ അവിടെ 1-ാം തീയതി ചെന്നു. ഞാനും അദ്ദേഹവും കൂടെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കുന്നതിൻ്റെ ചിത്രമാണിത്. അദ്ദേഹം പറഞ്ഞു ഞാൻ അവിടെ കിടന്ന് ഉറങ്ങുകയാണ്, ഉറങ്ങിയാൽ കാര്യം മനസ്സിലാകുമോ എന്നാണ് ചോദിച്ചത്. ഞാനും അദ്ദേഹവും കൂടെ കോന്നി അസംബ്ലി മണ്ഡലത്തിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഞങ്ങൾ ഒരുമിച്ച്, ഞാൻ അദ്ദേഹത്തെ അങ്ങോട്ട് വിളിക്കുകയായിരുന്നു, അദ്ദേഹം എന്നെ ഇങ്ങോട്ട് വിളിച്ചല്ല. ഞാൻ അദ്ദേഹത്തെ അങ്ങോട്ട് വിളിച്ച് നമുക്ക് കോന്നി താലൂക്കിൽ ഒരു മീറ്റിംഗ് എടുക്കണം, അപ്പോൾ അതിൻ്റെ സമയം പറഞ്ഞു. ഈ സമയം ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ തിരുവല്ലയിലേക്ക് പോവുകയാണ്, തിരുവല്ലയിൽ എനിക്ക് ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കണം, വെള്ളം കയറിയ സ്ഥലങ്ങൾ കാണണം, തിരുവല്ല താലൂക്ക് ഓഫീസിൽ ഒരു മീറ്റിംഗ് എടുക്കണം. അതിനുശേഷമുള്ള ഒരു സമയം 3 മണി സമയം താങ്കൾക്ക് സൗകര്യമായിരിക്കുമോ? ഇല്ലെങ്കിൽ താങ്കൾ പറയുന്ന സമയത്ത് വരാം, ആ സമയത്ത് ഞാൻ വേണമെങ്കിൽ അടുത്തൊരു മണ്ഡലത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞു. 3 മണിക്ക് ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ എത്തുന്നതിന് മുമ്പ് അദ്ദേഹം അവിടെ താലൂക്ക് ഓഫീസിലെത്തി. ഞാനും അദ്ദേഹവും തമ്മിൽ ഉദ്യോഗസ്ഥ തലത്തിലുള്ള യോഗം നടത്തി. അവിടെ അദ്ദേഹം പ്രധാനമായും പറഞ്ഞൊരു പ്രശ്നം, അദ്ദേഹം മാത്രമല്ല, അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, പത്തനംതിട്ടയിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ പറഞ്ഞൊരു പ്രധാന പ്രശ്നം, കാർഷിക മേഖലയിൽ വലിയ നഷ്ടമുണ്ടായി. ഇപ്പോഴുണ്ടാകുന്ന നഷ്ടപരിഹാരം അത് മതിയാവില്ല. അത് പഴകുളം മധു പറഞ്ഞു, അത് അബിൻ വർക്കി പറഞ്ഞു, അത് ജനീഷ് കുമാർ പറഞ്ഞു, ശാന്തകുമാർ പറഞ്ഞു, വർഗീസ് മാമൻ പറഞ്ഞു. അത് ഞങ്ങൾ ക്യാബിനറ്റിൽ ഈ പ്രദേശങ്ങളിൽ പോയി കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, മുഖ്യമന്ത്രിയുടെ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്യാബിനറ്റിൽ കൊണ്ടുവന്ന് 25% കാർഷിക മേഖലയിലെ നഷ്ടപരിഹാരം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനം ഗവൺമെൻറ് എടുത്ത് പ്രഖ്യാപിച്ചു. 25%. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് കാർഷിക മേഖലയിലെ പ്രളയ നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കുന്നത്? അപ്പം ഇത് ഞാൻ ചെയ്തു. അതിനുശേഷം പിന്നെ ക്യാമ്പുകൾ സന്ദർശിച്ചു. പിന്നെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ വലിയ ആശങ്കയുണ്ടായിരുന്ന സ്ഥലം, കോന്നിയിൽ 3 സ്ഥലത്ത് പിന്നെ ഉരുൾപൊട്ടലുണ്ടായി. വലിയ ഭാഗ്യം എന്നുകൂടി പറയാം. കാരണം 2 വീടുകളുടെ നടുക്കൂടെ 1.5 ഏക്കർ സ്ഥലം പോയി. 2 വീടിൻ്റെ നടുക്കൂടെ പോയി. അത് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ മാറിയെങ്കിൽ 2 വീട് പോകുമായിരുന്നു. പക്ഷെ അവിടെ ഭാഗ്യത്തിന് അങ്ങനെ ഒരു നാശനഷ്ടം ഉണ്ടായില്ല. നടുക്കൂടെ പോയത് കാരണം അല്ലെങ്കിൽ ആളപായം ഉണ്ടായില്ല. പക്ഷെ റാന്നിയിലും ആറന്മുളയിലും താഴെ തിരുവല്ലയിലും 100 കണക്കിന് ക്യാമ്പുകളിൽ ഏതാണ്ട് 6000-ഓളം ആളുകൾ നിൽക്കുന്ന ഒരു സാഹചര്യം. വീണ്ടും ആളുകളെ റെസ്ക്യൂ ചെയ്ത് ക്യാമ്പുകളിൽ എത്തിക്കേണ്ട ഒരു സാഹചര്യം. ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് NDRFന്റെ ഫോഴ്സിനെ അധികം കൊണ്ടുവന്നു. അവിടെ എറണാകുളത്തു നിന്നും പാലക്കാട് നിന്നും തിരുവനന്തപുരത്തു നിന്നും ഫയർഫോഴ്സിന്റെ അഡീഷണൽ ടീമിനെ കൊണ്ടുവന്നു. കൂടാതെ ഞാൻ വ്യക്തിപരമായി എൻ്റെ പ്രദേശത്തുകാരായ, എൻ്റെ ജില്ലക്കാരായ കൊല്ലത്ത് നിന്നും 14 മത്സ്യത്തൊഴിലാളികൾ വന്നു. രാത്രിയിൽ അവർ പോയിട്ട് 100 കണക്കിന് ആളുകളെ റെസ്ക്യൂ ചെയ്ത് ക്യാമ്പുകളിൽ കൊണ്ടുവന്നു. രാത്രിയിൽ മുഴുവൻ ആളുകൾ വിളിക്കുകയാണ്. വൈദ്യുതി ഇല്ലാത്ത സാഹചര്യമാണ്. ആ സമയത്താണ് റെസ്ക്യൂ നടത്തേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് അവിടെ നിന്നു. നിങ്ങളിവിടെ മാധ്യമപ്രവർത്തകരുണ്ടല്ലോ, ഞാൻ ഏത് ചാനലിൻ്റെ പേരൊന്നും പറഞ്ഞില്ല, 12 മണിക്കും 1 മണിക്കും 2 മണിക്കും 3:30 മണിക്കും 4 മണിക്കും എൻ്റെ ബൈറ്റ് എടുത്തവരുണ്ട് അവിടെ വന്ന്. അവരാരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, മാധ്യമപ്രവർത്തകർ ഞങ്ങളും ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ മനസാക്ഷിയുള്ള ഒരാൾ പറയൂ ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിയതാണെന്ന്? എന്ത് വൃത്തികെട്ട രാഷ്ട്രീയമാണിത്? ഈ സമയത്ത് തന്നെ വേണോ? ഇതിന് എന്ത് മെച്ചമാണ് കിട്ടാൻ പോണത്? ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. നമ്മൾ മുഴുവൻ, ഞാനവിടെ റാന്നിയിലെ മീറ്റിംഗ് എടുത്തു, കോന്നിയിലെ മീറ്റിംഗ് എടുത്തു, ആറന്മുള മീറ്റിംഗ് എടുത്തു, തിരുവല്ലയിൽ മീറ്റിംഗ് എടുത്തു, ദുരിതാശ്വാസ ക്യാമ്പിൽ പോയി, പ്രളയമുണ്ടായ സ്ഥലത്ത് പോയി.
എല്ലായിടത്തും പോയി. അതിനു മുമ്പ് ഷിഗല്ല ഒരു കേസ് റിപ്പോർട്ട് ചെയ്തു. അദ്ദേഹം എനിക്ക് ഒരു കത്തയച്ചു. കത്തെനിക്ക് കിട്ടുന്നത് ഇന്ന് വൈകുന്നേരമാണെന്ന് കരുതുക. ഞാൻ പിറ്റേ ദിവസം പത്തനംതിട്ടയിൽ ഷിഗല്ല വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് വിളിച്ചു. പിറ്റേ ദിവസം, ഒരു ദിവസം മാറ്റിവെച്ചില്ല. അദ്ദേഹം നിഷേധിക്കട്ടെ, അങ്ങനെ ചെയ്തില്ല എന്ന് പറയട്ടെ. ഒരു മാസം മുമ്പ് പോയി പ്രളയ സമാനമായ സാഹചര്യം ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്നറിയാൻ വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് ഒരു മാസം മുമ്പ് എടുത്തു. എന്നിട്ട് നമ്മൾ ക്യാമ്പുകൾ ഐഡൻറ്റിഫൈ ചെയ്തു. ആ ക്യാമ്പുകളിൽ ടോയ്ലറ്റ് സൗകര്യമോ വൈദ്യുതി പ്രശ്നമോ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തി. അതുകൊണ്ടാണ് അർദ്ധരാത്രിയിൽ പോലും നമുക്ക് പല സ്ഥലത്തും ക്യാമ്പ് തുടങ്ങാൻ പറ്റിയത്. കാരണം ഒരു മാസം മുമ്പേ ക്യാമ്പുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്. ഞാൻ പറയുന്നത്, നമുക്ക് രാഷ്ട്രീയമാണ്, ആക്ഷേപങ്ങൾ പറയേണ്ടി വരും, ആരോപണം പറയേണ്ടി വരും. പക്ഷെ അതിനകത്തൊക്കെ ഒരല്പം മനുഷ്യത്വം കലർത്തി ആരോപണം ഉന്നയിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ലെങ്കിൽ അദ്ദേഹം നിഷേധിക്കട്ടെ. ഞാൻ അങ്ങനെ പറയുന്നില്ല. അങ്ങനെ ഒരു വാചകം ഈ പ്രളയ സമയത്തൊന്നും പറയാൻ പാടില്ല. ഇങ്ങനെയൊക്കെ പറയാമോ? അവർ സ്വയം ആലോചിക്കേണ്ടതാണ്. പിന്നെ മുഖ്യമന്ത്രിയുടെ കാര്യം പറഞ്ഞു. അദ്ദേഹം ഭരണകക്ഷി MLA പ്രതിപക്ഷ MLA ഒന്നും കരുതിയിട്ടില്ല. അവിടെ അടൂര് അസംബ്ലിയിൽ ക്യാമ്പുണ്ട്, അദ്ദേഹം അവിടെയും പോയില്ല, കോന്നിയിലും പോയില്ല. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ക്യാമ്പുകളുള്ള പ്രയാസം നേരിടുന്ന 3 അസംബ്ലി മണ്ഡലങ്ങളിൽ പോയി. നമ്മൾ ആക്ഷേപവും ആരോപണവും ഒരു പഴയ കാര്യവും താരതമ്യമൊന്നും ചെയ്യേണ്ട സമയമല്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ എല്ലാ സ്ഥലത്തും മുഖ്യമന്ത്രിമാർ പോയിരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് അത്തരം വിഴുപ്പലക്കലുകൾ ജനങ്ങൾ ഈ സമയത്ത് ആഗ്രഹിക്കുന്നില്ല. അവർ ക്യാമ്പിൽ പ്രയാസം അനുഭവിക്കുകയാണ്. ആരും ക്യാമ്പിൽ കിടക്കാൻ ഇഷ്ടപ്പെടുന്നവരൊന്നുമല്ല. മറ്റു മാർഗമില്ലാതാണ് ഒരാൾ ക്യാമ്പിലേക്ക് പോകുന്നത്. കഴിയുമെങ്കിൽ വീട്ടിൽ തന്നെ തുടരാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അങ്ങനെ ക്യാമ്പിൽ കഴിയുന്ന ആളുകളുടെ മുമ്പിൽ നമ്മൾ രാഷ്ട്രീയക്കാർ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നും പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്തായിരുന്നോ, ഞങ്ങൾ ഇങ്ങനെ ചെയ്തില്ലേ, നിങ്ങൾ അത് ചെയ്തില്ലായിരുന്നല്ലോ, ഞങ്ങൾ ഇത് ചെയ്തല്ലോ എന്നൊന്നും പറയേണ്ട ഒരു സമയമല്ല ഇത്. സമയം വരട്ടെ, നമുക്ക് പറയാം. ഇല്ല, സർക്കാരിൻ്റെ തീരുമാനമുണ്ട്. സർക്കാർ അവരുടെ തെരച്ചിൽ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. അവരുടെ പരാതികൾ കേട്ടിട്ടുണ്ട്. അവരിന്ന് രാവിലെയും മാധ്യമങ്ങളുമായി സംസാരിക്കുന്നത് ഞാൻ കണ്ടു. അത് ഊർജിതമായി വിഴിഞ്ഞത്ത് തെരച്ചിൽ നടക്കുന്നുണ്ട്, നീണ്ടകരയിലും തെരച്ചിൽ നടക്കുന്നുണ്ട്. ദൗർഭാഗ്യകരമായ സാഹചര്യത്തിൽ ഇവരെ ലഭിച്ചിട്ടില്ല. കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള തെരച്ചിൽ ഊർജിതമാക്കുകയാണ്. 4-ാം തീയതി വൈകുന്നേരത്തേക്ക് ഒരു PMC യോഗം വെച്ചിരുന്നതാണ്. ശരിയാണ് താങ്കൾ പറഞ്ഞു. 4-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് വെച്ചിരുന്നതാണ്. അത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിപ്പം പുതിയ ഡേറ്റ് ആയിട്ടില്ല. ശരി.